ചാലക്കുടി ലയൺസ് ക്ലബിൻ്റെ ഈ വർഷത്തെ ലയണിസ്റ്റ് കെയറിൻ്റെ സർവീസ് പ്രൊജക്റ്റുകളുടെ സമാപനമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന പ്രൊജക്റ്റുകളുടെ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് വന്നിരിക്കുന്നത്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 28-ാം തീയതി പ്രസിഡന്റുമാരെ പാസ്റ്റ് പ്രസിഡന്റ് 22ഓളം പാസ്റ്റ് പ്രസിഡന്റുമാരെ ആദരിക്കുന്നത് അടക്കം വരുന്ന ചടങ്ങോട് കൂടിയിട്ട് ഈ വർഷത്തെ ലയണിസ്റ്റ് കെയർ അവസാനിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് പ്രൊജക്റ്റുകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നടത്തപ്പെടുന്നുണ്ട്. ഒന്ന്, നമ്മൾ IRMLP സ്കൂളിലേക്ക്, നമ്മുടെ പടിഞ്ഞാറ് ചാലക്കുടിയിലെ IRMLP സ്കൂളിലേക്ക് കുട്ടികൾക്ക് വർണ്ണ കുടകൾ, അത് നമ്മുടെ തന്നെ മെമ്പറായിട്ടുള്ള ആൻഡോ ചെറിയാൻ സ്പോൺസർ ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അതോടൊപ്പം തന്നെ ചാലക്കുടി ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൽ CPR ട്രെയിനിങ്ങും ഡയബറ്റിക് സ്ക്രീനിങ്ങും മോട്ടിവേഷൻ ക്ലാസ്സും നമ്മൾ 26-ാം തീയതി നമ്മൾ നടത്തുന്നു. 27-ാം തീയതി സെയിൻറ്റ് ആൻ്റണീസ് ഹൈസ്കൂൾ കോട്ടാറ്റ് സ്കൂളിലും CPR ട്രെയിനിങ്ങും ഡയബറ്റിക് സ്ക്രീനിങ്ങും മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നു. 28-ാം തീയതി നമ്മൾ അഹല്യ ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ചിട്ട് കാലത്ത് 10 മണിക്ക് നമ്മൾ 9 മണിക്ക് ലയൺസ് ഹാളിൽ വെച്ചിട്ട് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ നിർണയ ക്യാമ്പ് നടത്തുന്നു. അത് 1 മണി വരെയാണ്. പിന്നെ അതോടൊപ്പം തന്നെ വൈകിട്ട് 7 മണിക്കുള്ള മീറ്റിങ്ങിൽ നമ്മൾ പ്രസിഡന്റുമാരുടെ ഒരു ആദരവ് കൊടുക്കുന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. അതിനകത്ത് നമ്മൾ 50 നിർധനരായ ഡയാലിസിസ് രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം ചെയ്യുന്നു. പിന്നെ 10 വീൽ ചെയറുകളും 5 വാക്കറുകളും വിതരണം ചെയ്യുന്നുണ്ട്. ആൽഫ പാലിയേറ്റീവ് കെയറിലേക്ക് എയർബെഡ്, നെബുലൈസർ, വാക്കർ, BP അപ്പാരറ്റസ് എന്നിവ വിതരണം ചെയ്യുന്നുണ്ട്. ക്യാൻസർ രോഗികൾക്ക് സാമ്പത്തിക സഹായം 5000 രൂപ വെച്ച് നമ്മൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ കോർഡിനേറ്ററും മറ്റേ ജെയിംസ് ചെറിയാനും ആൻഡോ ചെറിയാനും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ MD ജെയിംസ് ചേട്ടനും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി വിശദീകരിക്കുന്നതായിരിക്കും. ഇവിടെ മേൽപ്പറഞ്ഞ പ്രസിഡന്റ് പറഞ്ഞ മാതിരി ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഈ ലാൻഡ്സ്കേപ്പ് ഇയറിൻ്റെ ലാസ്റ്റ് ദിവസങ്ങളിൽ 22-ാം തീയതി നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അപേക്ഷകളൊക്കെ എത്രയും വേഗം ലയൺസ് പ്രസിഡന്റിനെ അറിയിക്കുക. അതിന് കുറച്ച് ദിവസങ്ങളുള്ളൂ. എത്രയും പെട്ടെന്ന് എൻ്റെ വിവരങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന് ഈ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന ചടങ്ങിലേക്ക് 21 ഞങ്ങളുടെ പഴയ പ്രസിഡന്റുമാരെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്. അത് അങ്ങനെയുള്ള എനിക്ക് എല്ലാവരും സ്വാഗതം ചെയ്യും. ബാക്കിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ജെയിംസ് ചേട്ടനും ആൻഡോ ചെറിയാനും സംസാരിക്കുന്നത്. ഈ കൊല്ലത്തെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രൊജക്റ്റിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡയാലിസിസ് നിർണായ രോഗികൾക്ക് ഡയാലിസിസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 50 പേർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വെള്ളിയാഴ്ചയാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ ബുധനാഴ്ച 4 മണിക്കുള്ളിലായി പറയാം ആപ്ലിക്കേഷൻസ് ആഗ്രഹമായ ആപ്ലിക്കേഷൻസ് സൗത്ത് ജംഗ്ഷനിലുള്ള അന്ന ഫർണിച്ചറിലോ അല്ലെങ്കിൽ നോബി പോളിൽ ഗ്രാൻഡ് ബേക്കറി നോർത്തിലുള്ള അവിടെ ആപ്ലിക്കേഷൻ കൊടുത്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വെള്ളിയാഴ്ചക്കുള്ളിൽ അവരെ ഇൻഫോം ചെയ്യും. വ്യാഴാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ അവരെ ഇൻഫോം ചെയ്യും. വെള്ളിയാഴ്ച 7 മണിക്ക് ലയൺസ് ഹാളിൽ വന്നാൽ അവർക്ക് ആ സഹായങ്ങൾ ചെയ്യും. അതുകൂടാതെ ക്യാൻസർ രോഗികൾക്ക് ഞങ്ങൾ ഇതിനു മുമ്പ് കഴിഞ്ഞ വട്ടം ചെയ്തു, ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ കുറച്ച് പൈസ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് അവരുടെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള ആപ്ലിക്കേഷൻ തരണം. അവർ ഈ പറഞ്ഞ മാതിരി ബുധനാഴ്ച 4 മണിക്കുള്ളിൽ അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവരെ ഇൻഫോം ചെയ്ത് അവരെ വെള്ളിയാഴ്ച വരുത്തി ഇവർക്കെല്ലാം സഹായങ്ങൾ ചെയ്യും. പിന്നെ പ്രസിഡന്റ് പറഞ്ഞത് പറഞ്ഞല്ലോ ആദരിക്കുന്നതായ. പിന്നെ ഗവൺമെന്റ് സ്കൂളിലേക്ക് കുടകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കും. പിന്നെ വീൽ ചെയറുകൾ അർഹരായവർ ഇതുപോലെ ആപ്ലിക്കേഷൻ തന്നു കഴിഞ്ഞാൽ അവർക്ക് വീൽ ചെയറുകൾ കൊടുക്കും. അതുപോലെ നടക്കാൻ പറ്റാത്തവർക്ക് ഈ വാക്കറും കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ചാലക്കുടിയിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിനാണ് ഞങ്ങൾ ഈ കുറച്ച് സാധനങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് അവർക്ക് കൊടുക്കും. അത് അവരാണ് ആ രോഗികൾക്ക് കൊടുക്കുക. ഡയഫ്രം അങ്ങനെയുള്ള കുറച്ച് വാക്കറുകൾ അങ്ങനെയുള്ള ഐറ്റംസ് അവർക്ക് നെബുലൈസർ
ഇതൊക്കെ അവർ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അവിടുത്തെ രോഗികൾക്ക്. ഞങ്ങൾ കൊടുക്കുകയുള്ളൂ. അവരവിടെ വിളിച്ചു വരുത്തി അവർക്ക് ആ യൂണിറ്റിലെ പ്രസിഡന്റിന് കൊടുക്കും. അവരാണ് അവർ മറ്റുള്ളവർക്ക് കൊടുക്കും. ഇത്രയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കൊല്ലത്തെ ലാസ്റ്റ് മീറ്റിംഗ് ആണിത്. 28 ജൂലൈ 1 കൊണ്ട് പുതിയ ഭാരവാഹികൾ ചാർജ് എടുക്കും. അതുകൊണ്ട് ഈ വർഷത്തെ ലാസ്റ്റ് പ്രൊജക്റ്റാണ്. എല്ലാം നന്നായിട്ട് കവർ ചെയ്ത് എല്ലാ അപ്ലിക്കേഷൻസ് കിട്ടുന്നതനുസരിച്ച് ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് അവരെ അറിയിക്കും. അവരെ വരുത്തും. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു പിന്നെ കൊടുക്കണ്ട് പേപ്പറിൽ നമ്മളൊരു ന്യൂസ് കൊടുക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ലയൺസ് ക്ലബിൻ്റെ നമ്മുടെ ജെയിംസ് ലബിയുടെ കടയും നോബിയുടെ കടയും ഗ്രാൻഡ് ബേക്കറി അന്ന ഫർണിച്ചർ CPR എന്ന് പറഞ്ഞാലേ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ഈ വഴിയിലൊക്കെ ആളുകൾ കുഴഞ്ഞു വീണ സമയത്തൊക്കെ അവർ രക്ഷിക്കാനായിട്ടൊരു ഈ ശ്വാസം കൊടുക്കുന്ന കൃത്രിമ ശ്വാസം, അതാണ് CPR ട്രെയിനിങ് എന്ന് പറഞ്ഞത്. അപ്പൊ അത് പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ ഇപ്പോൾ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്നുള്ളത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ടൗണിലൊക്കെ ഓട്ടോറിക്ഷ ജംഗ്ഷനിലൊക്കെ ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടതാണ്, പഠിപ്പിക്കേണ്ടതാണ്. ഞങ്ങളങ്ങനെ ആലോചിക്കുന്നുണ്ട്. കാരണം ഒരാൾ വീണ് കഴിഞ്ഞാൽ എന്താ ചെയ്യണം, എല്ലാവരും പരിഭ്രമിച്ച് ഒരിക്കലും വീഡിയോ എടുക്കലൊക്കെയാണ് പരിപാടികൾ. അല്ലാതെ ആ സമയത്ത് അവരെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ പ്രത്യേകിച്ച് ഹാർട്ട് പ്രശ്നത്തിനോടാണ് ഈ മാക്സിമം ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പ്രത്യേക ട്രെയിനിങ് എടുത്ത ആള് വരും, ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരും. നിങ്ങളുടെ ലൈൻ ഡിസ്ട്രിക്റ്റിന്റെ ഡോക്ടറിൽ നിന്ന് ആള് വന്ന് അവരാണ് ചെയ്യുക. നമ്മളിപ്പോ 10 പേർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. ക്യാൻസർ ഡയാലിസിന്റെ 3 കിറ്റ് വെച്ചിട്ട് 50 പേർക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. കഴിഞ്ഞ മാസം നമ്മളിതുപോലെ 10 പേർക്ക് 10,000 13 പേർക്ക് കൊടുത്തു. കഴിഞ്ഞ മാസം കൊടുക്കണം. അതിന്റെ തുടർച്ചയായിട്ട് ചെയ്യണം. അന്ന് നമ്മള് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞിരുന്നു അത് 13 പേർക്കാണ് അന്ന് പറഞ്ഞു. പേരാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് 13 പേരായി. പിന്നെ ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ച് ഞങ്ങളത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ഫണ്ട് ഇതിനിടയ്ക്ക് നമുക്ക് കുറച്ചും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂട്ടാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അത് അപ്ലിക്കൻസിന്റെ അതും നമ്മൾ തീർത്തും നമ്മള് മെയിനായിട്ട് നമ്മള് പ്രിഫറൻസ് കൊടുക്കുന്നത് ചാലക്കുടി മുനിസിപ്പാലിറ്റി ടൗൺ ഏരിയ ബേസ് ചെയ്തിട്ടാണ്. എന്ന് വിചാരിച്ചിട്ട് ഉള്ളിലേക്ക് പോയാലും നമ്മൾ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ താല്പര്യമുള്ളവര് ഇങ്ങനെ സ്ഥലത്ത് സമീപിക്കാൻ പറഞ്ഞ ഫോൺ നമ്പർ കൊടുക്കാൻ പറ്റുമോ? ഈ ബുക്ക് ഇങ്ങനെ പേര് നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, നമുക്ക് ഈ പറഞ്ഞത് ഗ്രാൻഡ് ബേക്കറി നമ്പറും ഫോൺ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിൽ കൊടുക്കാൻ പറ്റുന്നു അല്ലേ? 9443 73 80258258. അത് ഈ ജയിലിന്റെ ചിറ്റപ്പിയുടെ കടയാണ്. പിന്നെ നോബിയുടെ ഗ്രാൻഡ് ബേക്കറി 98 461 01 917 പിന്നെയുള്ളത് അതെ അല്ലേ? അന്ന് എഴുതി ഏതാണ് ഇതിനാണ് പ്രധാനമായിട്ട് കൊടുത്തിരുന്നത്. വേണ്ട, നമുക്ക് ഇത് 2 മതി. 9443 73 80253 80253 അത് രണ്ടും ഇവിടുത്തെ കടകളാണ്. പിന്നെ പ്രസ് ക്ലബിലെ മെമ്പർമാർക്കും നിങ്ങൾക്ക് അറിയാവുന്ന രോഗികളുണ്ടെങ്കിൽ നിങ്ങൾക്കും നിർദ്ദേശിക്കാം കേട്ടോ. അതിനുള്ളൊരു സൗകര്യം കൂടി ക്യാൻസറിന്റെ കേസിൽ ഇപ്പൊ സെന്റ് ജെയിംസിലൊക്കെ അന്വേഷിച്ച് കിട്ടുന്നുണ്ടായിരുന്നു. അവിടെ പാവപ്പെട്ട ആൾക്കാരുടെ ലിസ്റ്റോടെ ഉണ്ടാവുള്ളൂ. അല്ല, കിറ്റും പിന്നെ വീൽ ചെയറും ഇതിനൊന്നും ഉപയോക്താക്കളെ നമ്മൾ അങ്ങനെ ഉറപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് അതിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അപ്ലിക്കേഷൻ തന്നാൽ നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കും. അപ്പൊ നമ്മളവിടെ നമ്പർ പേര് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിന് കറസ്പോണ്ട് ചെയ്യേണ്ട അവിടെ ഏതെങ്കിലും വാർഡ് മെമ്പർ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ട് ജെന്യൂൻ ആയിട്ടൊന്നും അറിഞ്ഞിട്ട് നമുക്ക്